നിഷ്കളങ്കരുണ്ടാകാം. നമ്മുടെ സർക്കാർ പറയുന്ന ന്യായീകരണം തീർച്ചയായിട്ടും അവരെ കുറേ കൂടെ ആ പക്ഷത്തോട് ചേർത്ത് നിർത്തും. സർക്കാർ എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് LICക്ക് ഇതേവരെ പ്രവർത്തിച്ചിട്ട് മുഴുവൻ ജനങ്ങളിലേക്കും ഇൻഷുറൻസ് പരിരക്ഷ എത്തിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചിട്ട് LICയോടൊപ്പം ഇന്ന് 26 സ്വകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്കും അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് വിദേശ ഇൻഷുറൻസ് കമ്പനികൾ കടന്നു വരണം. 2047 നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്രലബ്ധിയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പം മുഴുവൻ ഇന്ത്യക്കാരുടെയും പോക്കറ്റിൽ ഇൻഷുറൻസ് പോളിസി പരിരക്ഷ ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇൻഷുറൻസ് മേഖലയിലേക്ക് 100% വിദേശ നിക്ഷേപ പരിധി ഉയർത്തുന്നത്. ഞാൻ പറഞ്ഞു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഈ ഒറ്റ കാര്യം മാത്രം, എത്രമാത്രം അയുക്തി നിറഞ്ഞതാണ് സർക്കാരിന്റെ വാദമെന്ന് തെളിയുന്നതിന് എവിടേക്കും നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയുടെ പ്രവർത്തിച്ച കാലഘട്ടങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ഇൻഷുറൻസ് മേഖലയിൽ സ്വകാര്യ കമ്പനികൾ മാത്രമായിരുന്നു. അന്ന് ഇന്ത്യക്കാരുടെ ലൈഫ് ഇൻഷുർ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പ്രീമിയം കൊടുക്കണമായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ഈ മേഖല കൊള്ളരുതായ്മയുടെയും കൊള്ളയുടേതുമായിരുന്നു. വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് 1956 ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കുന്നത്. ദേശസാൽക്കരിച്ചതിന് ശേഷം 245 സ്വകാര്യ കമ്പനികളെ ഏറ്റെടുത്ത് LIC രൂപീകരിച്ചതിന് ശേഷം 1999 വരെ ഈ മേഖലയിൽ LIC മാത്രമായിരുന്നു. LIC രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞ ലക്ഷ്യങ്ങൾ ഓരോന്നും നിറവേറ്റിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ സമയമാണ്. 99 ശേഷം സ്വകാര്യ കമ്പനികൾ ഈ മേഖല തുറന്നു കൊടുത്തപ്പോൾ സ്വകാര്യ കമ്പനികൾ കടന്നു വന്നു. ഇപ്പൊ 26 സ്വകാര്യ കമ്പനികളുണ്ട്. ഈ 26 സ്വകാര്യ കമ്പനികൾ പ്രവർത്തിച്ചിട്ട് എന്തേ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരുടെ പോക്കറ്റിലേക്ക് ഇൻഷുറൻസ് പോളിസികൾ എത്താതെ പോയത് മാത്രമല്ല, നമ്മൾ ഈ കമ്പനികളുടെ പ്രവർത്തനം, രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിലെ കമ്പനികളുടെ പ്രവർത്തനമാകെ വിലയിരുത്തുന്ന റിപ്പോർട്ട് IRDA പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് 2025 ഡിസംബർ മാസത്തിൽ IRDA പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെങ്കിലും ആ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാൻ തയ്യാറാണ്. City Gold, Gold and Diamonds, Kerala and Karnataka.